ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? മഴക്കെടുതികളും വെള്ളക്കെട്ടും കൊച്ചിയുടെ വ്യാവസായിക പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുമോ? സ്വർണ്ണവില 1 ലക്ഷത്തിലും മുകളിലേക്കോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ഒരു മഴ പെയ്താൽ എറണാകുളം കുളമാകും, പിന്നെ ദുരിതമാണ്. വെള്ളക്കെട്ടും മഴക്കെടുതികളും വ്യാവസായിക നഗരത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നല്ലൊരു മഴ പെയ്താൽ കൊച്ചി താറുമാറാണ്. കാനകളും കനാലുകളും നിറഞ്ഞ റോഡിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടും, പിന്നെ യാത്ര ദുരിതമാണ്. നഗരം സ്തംഭനാവസ്ഥയിലാണ്. ഇതിപ്പോ കോർപ്പറേഷൻ അല്ലെങ്കിൽ അവരാരെങ്കിലും നോക്കേണ്ട ഒരു സംഭവമാണ്. ബിക്കോസ് ഈ കാണകള് ഇത് ഇത്ര നാളായിട്ട് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ കാണയുടെ ഇത് ഒരു അകത്ത് എന്താണ് ഇപ്പോൾ ഉള്ള അവസ്ഥ അത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് അറിയാൻ പറ്റുള്ളൂ. വെള്ളം പോണില്ല, അതാണ് സംഭവം. ഇപ്പോൾ പുറത്ത് മറ്റേ ഈ പാർക്കിംഗ് ഉണ്ട്, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് നിന്ന് വെള്ളം വരുന്നുണ്ട്. അറ്റെത്തുമ്പോൾ അവിടെ നിന്ന് വെള്ളം കയറി തുടങ്ങി ഇവിടം വരെ വരുമ്പോൾ ഒരു മണിക്കൂറിനകത്ത് നേരെ വെള്ളം അകത്തോട്ടാണ് കയറണം. വെള്ളമൊഴി പോകുന്ന കാര്യത്തിൽ MG റോഡാണ് ഏറ്റവും ദുർബലമായ മേഖല. MG റോഡില്ലെങ്കിൽ കൊച്ചിയില്ല. MG റോഡിനോട് ചേർന്നാണ് കൊച്ചിയുടെ വലുതും ചെറുതുമായ വ്യാപാര കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. വ്യാപാരം ശരിക്കും വെള്ളം കയറി നമ്മുടെ നല്ല സ്റ്റോക്കുകളാണ് പോകുന്നത്. വെള്ളം മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുമല്ല, നമുക്ക് ഈ വെള്ളം കയറി അത് ക്ലീൻ ചെയ്യാൻ ഒരു ദിവസം പോവുകയും ചെയ്യും. 1 ദിവസത്തെ കച്ചവടം ഒന്നല്ല, 2 ദിവസത്തെ കച്ചവടം തന്നെ പോകുന്നതാണ്. ഇവിടെ സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണ ക്ലീനിങ് ഒന്നും കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഇപ്പോൾ മഴ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ, കൂടുതലും പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളം കയറുന്ന അവസ്ഥയാണ്. ബ്രോഡ്വേയും മാത്രമല്ല MG റോഡും എല്ലാം ഇതേ അവസ്ഥ തന്നെയാണ് കണ്ടുവരുന്നത്. റോഡ് ക്ലീനിങ് ഈ കാണ ക്ലീൻ ചെയ്യുന്നത് മസ്റ്റാക്കണം. അത് കോർപ്പറേഷൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. കോർപ്പറേഷൻ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വർഷങ്ങൾ പഴക്കമുള്ള ഡ്രൈനേജ് സംവിധാനമാണ് ഇപ്പോഴും നഗരത്തിലുള്ളത്. കാനകളുടെ അറ്റകുറ്റപ്പണി ഫലപ്രദമായി നടത്താത്തതാണ് തടസ്സം. കണ്ടമാനം നനഞ്ഞ് സാധനങ്ങളൊക്കെ നനഞ്ഞു പോയി, ഭയങ്കരമായിട്ട് വെള്ളം കയറി. ഈ ലൈനിൽ എല്ലാ ഷോപ്പിലും ഫുള്ള് വെള്ളമായിരുന്നു. വേസ്റ്റ് കണ്ടമാനം ബോട്ടിലുണ്ടാവും, ഈ കച്ചറ ഉണ്ടാവും. അതൊന്നും കറക്റ്റ് ടൈമിൽ അവർ ക്ലിയർ ചെയ്യില്ല. മഴയല്ല, മേഘവിസ്ഫോടനമാണ് കൊച്ചിക്ക് പലപ്പോഴും മുകളിൽ സംഭവിക്കുന്നത്. ഇത്രയും മഴവെള്ളത്തെ നേരിടാനുള്ള സംവിധാനം നഗരത്തിലെ ഡ്രൈനേജ് സംവിധാനങ്ങൾക്കില്ല എന്നത് സമ്മതിച്ചു തന്നേ പറ്റൂ. കൊച്ചിയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിലെ കടകളിലെല്ലാം ഇത്തവണ വെള്ളം കയറി. കൃത്യമായി പറഞ്ഞാൽ ദീപാവലി വിൽപ്പന വെള്ളത്തിലായി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അല്ലെങ്കിലും വ്യാപാരം കംപ്ലീറ്റ് കുറവാണല്ലോ. മൊത്തം ബിസിനസ് ഡൗൺ ആണ്. കാരണം അതിപ്പോൾ ഒരു 2-3 വർഷമായി ഇങ്ങനെ നിലവിൽ പോകുന്നത്. കാനകളിലേക്കും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയാണെന്നും നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹാരം കാണാൻ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വേണമെന്നുമാണ് ഹൈക്കോടതി പോലും അഭിപ്രായപ്പെട്ടത്. തീവ്രമഴയും യാത്രാ തടസ്സങ്ങളും വ്യാപാര മേഖലയെ മാത്രമല്ല മഴക്കാല ടൂറിസത്തിനും വെല്ലുവിളിയാണ്. കടുത്ത ചൂടിൽ നിന്ന് മഴ ആസ്വദിക്കാൻ ഉത്തരേന്ത്യക്കാർ കൊച്ചിയിൽ വന്നിറങ്ങുമ്പോൾ ബീച്ചുകൾ അടച്ചിട്ട സ്ഥിതിയാണ്. വെള്ളക്കെട്ട് വേറെയും. എറണാകുളം ലക്ഷ്യമിട്ട് വരുന്നവർക്ക് നിരാശ തന്നെ ഫലം. ജൂൺ തുടങ്ങി ഒക്ടോബർ നവംബർ വരെ പോകുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും സാധനങ്ങൾ താഴ്ന്ന് എടുത്തിട്ട് മേളിൽ വരെ എടുത്ത് വെക്കും. എല്ലാ രാത്രിയും പേടിച്ചിട്ട് പിന്നെ വെള്ളം കയറി വരുമെന്ന്. ഇവിടെ ഒരു 5-10 മിനിറ്റ് മഴ പെയ്യുമ്പോൾ തന്നെ നേരെ ഈ ഫുട്പാത്തിൻ്റെ അകത്തുനിന്ന് വണ്ടികൾ പോകുമ്പോൾ നേരെ വെള്ളം അകത്തോട്ട് വരണം. അപ്പം കച്ചവടമുള്ള സമയത്തും നമുക്ക് എല്ലാം മാനേജ് ചെയ്യണം. ബിക്കോസ് എല്ലാ സാധനങ്ങളെടുത്ത് പുറത്ത് വെക്കേണ്ട തന്നെ, മേളിലെടുത്ത് വെക്കേണ്ട തന്നെ, എല്ലാ രാത്രിയും എടുത്ത് വെക്കണം. അതാണ് ഇപ്പോൾ പേടി. ജൂൺ മുതൽ ഒക്ടോബർ വരെ നീളുന്ന കേരളത്തിന്റെ മഴക്കാലം ആസ്വദിക്കാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്താറുള്ളത്. തീവ്രമഴയും കടൽ കയറ്റവും മൂലം ബീച്ചുകളിലും കായൽ യാത്രയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനാൽ സഞ്ചാരികളുടെ വരവ് കുറയാറുണ്ടെന്നാണ് സംരംഭകരും ചൂണ്ടിക്കാട്ടുന്നത്. MG റോഡും KSRTCയും എറണാകുളത്തിന്റെ മുങ്ങൽ കേന്ദ്രങ്ങളാണ്. എന്നാൽ ഇത്തവണ സൗത്ത് റെയിൽവേ സ്റ്റേഷനും പരിസരങ്ങളിലും കൂടി ഇതിലേക്ക് ചേർന്ന അവസ്ഥയാണ്. തുലാമഴ ഒന്ന് പെയ്തപ്പോൾ തന്നെ കൊച്ചി മുങ്ങി. ഒരു തുലാവർഷക്കാലം എങ്ങനെ താണ്ടുമെന്നാണ് കൊച്ചിയിലെ പൊതുജനങ്ങളും വ്യാപാരികളും വ്യവസായികളും ഒരുപോലെ ചോദിക്കുന്നത്. മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ആകെ കടകളിലൊക്കെ വെള്ളം കയറും.
ഈ കടയിലൊക്കെ വെള്ളം കയറി ആകെ ഇതായതാണ്. ഈ കാണക്കൂടി നടക്കുമ്പോഴേ വെള്ളം ചെരുപ്പ് ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇതിനിടയിലാണ് പലയിടത്തും നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൊച്ചി മെട്രോയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിനാൽ പിന്നെ സാധാരണ യാത്രകൾ തന്നെ ദുരിതത്തിലാണ്. ഇതിനിടയിൽ നല്ലൊരു മഴ താങ്ങാനുള്ള ശേഷി നിലവിൽ കൊച്ചിക്കില്ല. ഇങ്ങനെ പോയാൽ കൊച്ചിയിൽ ബിസിനസ്സുകൾ വളരുകയല്ല തളരുകയാണ് ചെയ്യുക. കൃത്യമായ സംവിധാനങ്ങളും മഴവെള്ളവും വെള്ളക്കെട്ടുകളും കൈകാര്യം ചെയ്തതിലെ കാര്യക്ഷമതയും ഒത്തിണങ്ങിയാൽ മാത്രമാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ. സുരക്ഷിത നിക്ഷേപം എക്കാലത്തും സ്വർണം തന്നെ. വിലയിലെ അനിശ്ചിതത്വം മുന്നേറ്റത്തിന്റെ സൂചന തന്നെയാകാം. സ്വർണ്ണവില ആഗോള വിപണിയിൽ $4,100 മുകളിലാണ്. അധികം വൈകാതെ ഇത് $4,500 ഉയരുമെന്നാണ് പ്രവചനങ്ങൾ. യുഎസിൽ കഴിഞ്ഞ മാസം റീറ്റെയിൽ പണപ്പെരുപ്പം 3% വർദ്ധിച്ചിട്ടുണ്ട്. കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പണപ്പെരുപ്പ് ലക്ഷ്യമായ 2% അപേക്ഷിച്ച് ഏറെ അധികം. എങ്കിലും നിരീക്ഷകർ പ്രവചിച്ച 3.1% അപേക്ഷിച്ച് പണപ്പെരുപ്പം കുറഞ്ഞതിനാൽ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കാനുള്ള സാധ്യത ശക്തമാണ്. പലിശ താഴുമെന്ന സൂചനകളും സ്വർണത്തിന് നേട്ടമാകും. ഉയർന്ന വിലയിൽ ലാഭമെടുപ്പ് നടന്നതും ETF-കളുടെ വിൽപ്പന ഉയർന്നതും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ കാര്യമായ ഇടിവിന് വഴിയൊരുക്കിയിരുന്നു. US ചൈന വ്യാപാര സംഘർഷത്തിന് അയവ് വരുമെന്ന സൂചനകളാണ് സ്വർണത്തിൽ ലാഭമെടുപ്പ് ഉണ്ടാക്കിയത്. അതേസമയം മലേഷ്യ സന്ദർശനത്തിൽ ചൈനയും US തമ്മിലുള്ള വ്യാപാര കരാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾക്കിടെയാണ് വീണ്ടും സുരക്ഷിത നിക്ഷേപമെന്ന പെരുമയിൽ സ്വർണ്ണവില കത്തിക്കയറുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണ്ണക്കരുതൽ ശേഖരം 880.18 മെട്രിക് ടണ്ണായി ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ 6 മാസത്തിൽ 600 കിലോഗ്രാം സ്വർണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയതെന്നാണ് RBI ബുള്ളറ്റിനിൽ പറയുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ അവസാന വാരം 200 കിലോഗ്രാം സ്വർണമാണ് RBI കരുതൽ ശേഖരത്തിൽ ചേർത്തത്. സെപ്റ്റംബർ 26 വരെയുള്ള ആകെ കരുതൽ ശേഖരത്തിന്റെ മൂല്യം $95 ബില്യൺ. പലിശ നിരക്ക് കുറഞ്ഞാൽ ബാങ്ക് നിക്ഷേപം, ട്രഷറി നിക്ഷേപം എന്നിവയ്ക്ക് കാര്യമായ ഡിമാൻഡ് ഉണ്ടാകില്ല. നിക്ഷേപം കുറയുന്നത് ഡോളറിനും തിരിച്ചടിയാകും. ഡോളറിന്റെ ശക്തി ക്ഷയിക്കുന്നത് സ്വാഭാവികമായും സ്വർണത്തിന് ആവശ്യകത ഉയർത്തുന്നുണ്ട്. ട്രെൻഡ് ഗോൾഡ് ETF-ലെ നിക്ഷേപ താൽപര്യവും കൂടും. ഇത് വീണ്ടും സ്വർണ്ണവില ഉയരാൻ കളമൊരുക്കും. കേരളത്തിൽ 1 പവൻ സ്വർണത്തിന് 1 ലക്ഷം കടക്കുന്ന സാഹചര്യം അതിവിദൂരമല്ല. വില കൂടിയ കാരണത്താൽ പുതിയത് വാങ്ങുന്നതിനേക്കാൾ മികച്ച ഓപ്ഷനായി എക്സ്ചേഞ്ച് ഓപ്ഷനാണ് ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നത്. വില കൂടി നിൽക്കുന്നത് സ്വർണത്തിന്റെ പർച്ചേസ് പവറിനെ ബാധിക്കുന്നുണ്ട്. ഒരു സ്ഥിരത കൈവരിച്ചാൽ വ്യാപാരം കൂടുമെന്ന നിഗമനത്തിലാണ് വിദഗ്ധർ. കാർഷിക വിപണിയിൽ അടുത്ത വാരം കൊപ്രക്ഷാമം വെളിച്ചെണ്ണ ഉൽപാദനത്തിൽ ആശങ്ക ഉയർത്തി. വിദേശ നിക്ഷേപകരെ ആകർഷിച്ച് റബ്ബർ വിപണി.
വിയറ്റ്നാമിൽ കുരുമുളക് ക്ഷാമം. ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ച് ഉത്തരേന്ത്യൻ വ്യാപാരികൾ. നാളികേര മേഖലയ്ക്ക് ദീപാവലി വേളയിലും തിരിച്ചടി നേരിട്ടു. പാചക എണ്ണ വിപണിയിൽ വെളിച്ചെണ്ണയിതര ഭക്ഷ്യ എണ്ണയുടെ വില ഉയർന്നത് വിൽപ്പനയെ ബാധിച്ചു. ചിങ്ങത്തിൽ കിൻഡലിന് 40,000 രൂപ വരെ വെളിച്ചെണ്ണ വില കാങ്കായത്ത് ഉയർന്നതോടെ വലിയ പങ്ക് ഉപഭോക്താക്കളും മറ്റ് പാചക എണ്ണകളിലേക്ക് ചുവടുമാറി. കേരളത്തിലും ഈ അവസരത്തിൽ വെളിച്ചെണ്ണയ്ക്ക് കാലിടറി. ദീപാവലി വേളയിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യ എണ്ണ വിൽപ്പന. ഇക്കുറി ഇറക്കുമതി എണ്ണകൾക്ക് വിപണിയിൽ പ്രിയം. കൊച്ചിയിൽ കിൻഡലിന് 36,000 രൂപയിൽ വെളിച്ചെണ്ണ നീങ്ങുമ്പോൾ തമിഴ്നാട് 30,000 രൂപയ്ക്ക് വരെ എണ്ണ വിറ്റുമാറുന്നുണ്ട്. എണ്ണയ്ക്ക് ആവശ്യക്കാർ ചുരുങ്ങിയത് കൊപ്രയ്ക്ക് ഡിമാൻഡ് കുറച്ചു. ഇത് ഉൽപാദകർക്ക് തിരിച്ചടിയാവും. തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും വിളവെടുപ്പിന് കർഷകർ നീക്കം തുടങ്ങിയെങ്കിലും മഴ കനത്തതോടെ തോട്ടങ്ങളിൽ നിന്നും പിന്തിരിയാൻ അവർ നിർബന്ധിതരായി. കാലാവസ്ഥ ഇതേ നില തുടർന്നാൽ അടുത്ത വാരം വിപണി ചൂടുപിടിക്കാം. വിനിമയ വിപണിയിൽ ജാപ്പനീസ് യെന്നിന്റെ ചാഞ്ചാട്ടം അന്താരാഷ്ട്ര റബ്ബർ വിലയിലും പ്രതിഫലിച്ചു. ജപ്പാൻ ഒസാക്ക് എക്സ്ചേഞ്ചിൽ റബ്ബറിൽ വാങ്ങൽ താൽപര്യം ഉയർന്നതോടെ കിലോ 302 യെന്നിൽ നിന്നും 312 ഉയർന്നെങ്കിലും വാരാന്ത്യം നിരക്ക് വീണ്ടും തളർച്ചയിലേക്ക് നീങ്ങുന്ന സൂചനകൾ നൽകി. ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 179 രൂപയാണ്. രാജ്യത്തു നിന്നും കാലവർഷം പടിയിറങ്ങിയതിനു പിന്നാലെ തുലാവർഷം കടന്നുവന്നത് തോട്ടം മേഖലയ്ക്ക് പ്രതീക്ഷ പകർന്നെങ്കിലും ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കനത്ത മഴ ടാപ്പിംഗിന് തിരിച്ചടിയായി. റെയിൽ ഗാർഡ് ഒരുക്കിയ തോട്ടങ്ങളിൽ നിന്ന് പോലും ഉൽപാദകർ പിന്മാറി. ടയർ കമ്പനികൾ RSS 4ാം ഗ്രേഡ് റബ്ബർ 18,800 രൂപയായും 5ാം ഗ്രേഡ് 18,500 രൂപയായും ഉയർത്തി. ദീപാവലി ഡിമാൻഡിനു ശേഷവും കുരുമുളക് കരുത്തു നിലനിർത്തിയത് സ്റ്റോക്കുകളിൽ ആവേശമുളവാക്കി. അന്തർ സംസ്ഥാന വാങ്ങലുകാർ രാജ്യത്ത് സജീവമായത് ഉൽപ്പന്ന വില ഉയർത്തി. ദീപാവലിക്ക് മുന്നേ കുരുമുളക് വിറ്റുമാറാൻ കർഷകരും മധ്യവർത്തികളും ഉത്സാഹിച്ചതിനിടയിൽ വാങ്ങലുകാർ പരമാവധി ചരക്ക് ശേഖരിച്ചു. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 69,300 രൂപയിൽ വിപണനം നടന്നു. വിദേശ ഇടപാടുകാർക്കൊപ്പം ആഭ്യന്തര വ്യാപാരികളും ഏലക്ക ലേലത്തിൽ സജീവമായിരുന്നു. ഉൽപാദന മേഖലയിൽ നിന്നും വിൽപ്പനയ്ക്ക് വന്ന ചരക്കിൽ വലിയ പങ്കും ഇടപാടുകാർ മത്സരിച്ചു വാങ്ങി. ക്രിസ്തുമസ് ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുള്ള വാങ്ങലുകളും പുരോഗമിക്കുന്നു. ശരാശരി ഇനങ്ങൾക്ക് കിലോ 2,400 രൂപയിൽ നീങ്ങി. ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ബയോഗ്യാസ് വേരിയന്റുമായി വിപണിയിലെത്താൻ തയ്യാറെടുക്കുകയാണ് മാരുതി സുസുക്കിയുടെ വിക്ടോറിസ് SUV. പുതിയ മോഡൽ വിപണിയിലെത്താൻ കാത്തിരിക്കണം. മാരുതി സുസുക്കി തങ്ങളുടെ വിക്ടോറിസ് SUVയുടെ പുതിയ ബയോഗ്യാസ് പതിപ്പ് അവതരിപ്പിക്കാനൊരുങ്ങുകയാണ്. CNG വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ മോഡൽ 2025 ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ പുറത്തിറക്കും. മാരുതി സുസുക്കി കഴിഞ്ഞ മാസമാണ് വിക്ടോറിസ് SUV ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കിയത്. എന്നാൽ 4ാമത്തെ പവർ ട്രെയിൻ ഓപ്ഷൻ ചേർത്തുകൊണ്ട് ഒരു പുതിയ ബയോഗ്യാസ് വേരിയന്റും ഉടൻ വരുമെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. മാരുതി വിക്ടോറിസ് ബയോഗ്യാസ് വേരിയന്റ് വിക്ടോറിസ് CNG വേരിയന്റിന് സമാനമായിരിക്കുമെങ്കിലും കമ്പനി ഇത് ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര ഉൽപ്പന്നമായി അവതരിപ്പിക്കാൻ സാധ്യതയില്ല. ലോഞ്ച് തീയതി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. കംപ്രസ്ഡ് ബയോഗ്യാസ് കത്തിക്കാൻ കഴിവുള്ള വിക്ടോറിസിന്റെ ഈ പതിപ്പ് മുമ്പ് പുറത്തിറക്കിയ CNG പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. അണ്ടർബോഡി CNG സ്റ്റോറേജ് ടാങ്ക് പോലുള്ള സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടും. ഇത് ടാറ്റയുടെയും ഹുണ്ടായുടെയും ഡുവൽ സിലിണ്ടർ സാങ്കേതികവിദ്യയുടെ നേരിട്ടുള്ള എതിരാളിയായി മാറുന്നു. 1.5 ലിറ്റർ 4 സിലിണ്ടർ K50 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ തന്നെയായിരിക്കും ഇത് നിലനിർത്തുക. എങ്കിലും ബയോഗ്യാസിന്റെ ശുദ്ധമായ ജ്വലനം ഉറപ്പാക്കാൻ ചില മെക്കാനിക്കൽ മാറ്റങ്ങൾ വരുത്തും. CNG സ്വാഭാവികമായി ഉണ്ടാകുന്നതും പുനരുപയോഗിക്കാൻ കഴിയാത്തതുമായ ഒരു ഫോസിൽ ഇന്ധനമാണ്. വലിയ അളവിൽ ഇത് കാണപ്പെടുന്നു. എന്നാൽ ഇത് സൗരോർജം പോലെ അനന്തമായ ഊർജ്ജ സ്രോതസ്സല്ല. ഇതൊരു ആശങ്കയാണ്. ഇതിനു വിപരീതമായി ജൈവവസ്തുക്കൾ ക്ഷയിക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മീഥേൻ വാതകത്തിൽ നിന്നാണ് CBG ഉരുത്തിരിഞ്ഞത്.
പുനരുപയോഗിക്കാൻ കഴിയാത്തതും രൂപപ്പെടാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്നതുമായ CNGയിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. CBG പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇന്ധനമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നിരവധി പുതുമകളോടെ വിപണിയിലെത്താൻ തയ്യാറെടുക്കുകയാണ് iPhone 18 Pro. നോക്കാം വിശേഷങ്ങളിലേക്ക്. ആപ്പിളിന്റെ iPhone 18 Pro 2026 പുറത്തിറങ്ങുക. ഐഫോൺ മോഡലിന്റെ രൂപകൽപ്പനയിലും ഹാർഡ്വെയറിലും കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ആപ്പിൾ പദ്ധതിയിടുന്നതായാണ് സൂചന. ആപ്പിൾ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മുമ്പ് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുള്ള ചൈനീസ് വെയ്ബോ അക്കൗണ്ടായ ഇൻസ്റ്റന്റ് ഡിജിറ്റലിൽ നിന്നും ഡിജിറ്റൽ ചാറ്റ് സ്റ്റേഷനിൽ നിന്നുമാണ് പുതിയ മോഡലിനെ പറ്റിയുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. iPhone 18 സ്മാർട്ട് ഫോണിന്റേതായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മാറ്റം ചെറിയ ഡൈനാമിക് ഐലൻഡ് ആയിരിക്കും. iPhone 18 Proയിലും iPhone 18 Pro Maxിലും ഡൈനാമിക് ഐലൻഡിന്റെ വലിപ്പം അല്പം കുറയാനാണ് സാധ്യത. ഭാവിയിൽ പൂർണ്ണമായും എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ഐഫോൺ കൊണ്ടുവരാനുള്ള ആപ്പിളിന്റെ നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് അഭ്യൂഹം. iPhone 17 Proയ്ക്ക് സമാനമായിരിക്കും iPhone 18 Proയുടെ ക്യാമറ ഡിസൈൻ. അല്പം ഉയർന്ന പ്ലാറ്റ്ഫോമിൽ ഉൾക്കൊള്ളുന്ന ഒരു ത്രികോണാകൃതിയിലുള്ള ക്യാമറ സജ്ജീകരണം പ്രതീക്ഷിക്കാം. 48 MP ഫ്യൂഷൻ ക്യാമറയിൽ വേരിയബിൾ അപ്പർച്ചർ വരാം. ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ക്യാമറയുടെ അപ്പർച്ചർ സ്വമേധയാ മാറ്റാൻ കഴിയും. പുതിയ സവിശേഷതകൾ യാഥാർത്ഥ്യമായാൽ ഐഫോണിനെ പ്രൊഫഷണൽ ക്യാമറ നിലവാരത്തിലേക്ക് അടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സെറാമിക് ഷീൽഡ് ബാക്ക് പാനലിന് അല്പം ഫ്രോസ്റ്റഡ് അല്ലെങ്കിൽ സെമി ട്രാൻസ്പെറന്റ് ലുക്ക് ഉണ്ടായിരിക്കാം. ഇത് ഫോണിന് പുതിയ പ്രീമിയം ഗ്ലാസ് പോലുള്ള ഡിസൈൻ നൽകുമെന്നുറപ്പാണ്. iPhone 18 Proയ്ക്ക് 6.3 ഇഞ്ച് സ്ക്രീനും iPhone 18 Pro Maxന് 6.9 ഇഞ്ച് സ്ക്രീനും ഉണ്ടാകാനാണ് സാധ്യത. പുതിയ ബൈക്കുകളാണ് ട്രയംഫ് അണിയറയിൽ ഒരുക്കുന്നത്. എല്ലാം അടുത്ത വർഷം വിപണിയിലെത്തും. ബ്രിട്ടീഷ് ഐക്കണിക് 2-വീലർ ബ്രാൻഡാണ് ട്രയംഫ്. അടുത്ത വർഷം 29 പുതിയതും പുതുക്കിയതുമായ മോട്ടോർ സൈക്കിളുകൾ അവതരിപ്പിക്കുമെന്നാണ് ട്രയംഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുള്ള മോഡലുകളുടെ പുതിയ വകഭേദങ്ങൾ, പുതിയ സെഗ്മെന്റുകളിലെ ബൈക്കുകൾ, TXP ഇലക്ട്രിക് യൂത്ത് ശ്രേണി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനി ആഗോളതലത്തിൽ 1,41,683 മോട്ടോർ സൈക്കിളുകൾ വിതരണം ചെയ്ത റെക്കോർഡ് സാമ്പത്തിക വർഷത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം. 2019 മുതൽ 136% വളർച്ചയാണ് ഈ വർഷം കമ്പനി നേടിയത്. TXP ഇലക്ട്രിക് യൂത്ത് ശ്രേണി, TF 450X ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ, സ്പീഡ് RRX എന്നിവയാണവ. ശേഷിക്കുന്ന മോഡലുകളിൽ നിലവിലുള്ള മോഡലുകളുടെ പുതിയ വകഭേദങ്ങളും ഒന്നിലധികം സെഗ്മെന്റുകളിലായി പൂർണ്ണമായും പുതിയ മോട്ടോർ സൈക്കിളുകളും ഉൾപ്പെടുന്നു. കമ്പനി 68 രാജ്യങ്ങളിലായി 950-ലധികം ഡീലർഷിപ്പുകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നിവയാണ് കമ്പനിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ശക്തി പകരുന്ന വിപണികൾ. വരാനിരിക്കുന്ന മിക്ക മോഡലുകളും ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷ. 2026 ബോണവില്ലെ ശ്രേണിയിലും ഭാവിയിൽ ഇന്ത്യൻ വിപണിയിൽ എത്തും. വിനോദവാരം. ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയിൽ സ്ഥാനം നേടിയെടുത്ത നടനാണ് പ്രഭാസ്. നോക്കാം പാൻ ഇന്ത്യൻ താരം പ്രഭാസിന്റെ പുത്തൻ സിനിമാ വിശേഷങ്ങൾ. ബാഹുബലി എന്ന കഥാപാത്രത്തിലൂടെ ലോക സിനിമയ്ക്ക് മുന്നിൽ വിസ്മയമായി തീർന്ന പ്രഭാസിന്റെ ജന്മദിനമായിരുന്നു ഒക്ടോബർ 23. ഇത്തവണ പ്രഭാസിന്റേതായി അണിയറയിലിറങ്ങുന്നത് വമ്പൻ ചിത്രങ്ങളാണ്. ദീപിക പദുക്കോണിനെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട കൽക്കി വീണ്ടും വിവാദമായത് അടുത്തിടെയാണ്. ഹിന്ദു വേദങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഈ ചിത്രം കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമാണ്. 2898 AD ഒരു ഡിസ്റ്റോപ്പിയൻ ഭാവിയിൽ നടക്കുന്ന ഈ ചിത്രം വിഷ്ണുവിന്റെ അവസാന അവതാരമായ കൽക്കിയാണെന്ന് ചിത്രീകരിക്കുന്നത്. പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, ദിശ പതാനി എന്നിവർ ആദ്യ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു.
2026-ലോ 2027-ലോ ചിത്രം റിലീസിനെത്തുമെന്നാണ് കണക്കാക്കുന്നത്. ദി രാജാ സാബ എന്ന ചിത്രത്തിലൂടെ ഹൊറർ കോമഡിയിലേക്ക് ആദ്യമായി കൈവയ്ക്കുകയാണ് പ്രഭാസ്. മാരുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ബജറ്റ് 200 കോടി രൂപയാണെന്നാണ് വിവരം. പ്രഭാസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ വേഷമാണ് ചിത്രത്തിലേതെന്നാണ് പുറത്തുവന്ന വിവരം. പീപ്പിൾ മീഡിയ ഫാക്ടറിയും IVI എന്റർടൈൻമെന്റും ചേർന്ന് നിർമ്മിക്കുന്ന രാജാ സാബ് എന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും മാരുതിയാണ്. പ്രഭാസ് 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ തന്റെ പൂർവിക സ്വത്ത് തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ചുറ്റിപ്പറ്റിയാണ് ഇതിവൃത്തം. പ്രഭാസ് പേരക്കുട്ടിയെയും അവന്റെ മുത്തച്ഛന്റെ ആത്മാവിനെയുമാണ് അവതരിപ്പിക്കുന്നത്. മാളവിക മോഹനൻ, നിധി അഗർവാൾ, ഋദ്ധി കുമാർ, സഞ്ജയ് ദത്ത്, ബൊമൻ ഇറാനി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഒരു ഗാനത്തിൽ നയൻതാര അതിഥി വേഷത്തിലും എത്തുന്നതായി അഭ്യൂഹങ്ങളുണ്ട്. 2026 ജനുവരി 9 ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് സൂചന. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സ്പിരിറ്റാണ് പ്രഭാസിന്റെ അടുത്ത ചിത്രം. ഇരുവരും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിൽ പ്രഭാസ് ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത റോളിലായിരിക്കും എത്തുക. നവംബർ 30 പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന ചിത്രത്തിന്റെ ഇതിവൃത്തമോ മറ്റു വിവരങ്ങളോ കാര്യമായി ലഭ്യമല്ല. സീരീസും ഭദ്രകാളി പിക്ചേഴ്സും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ആക്ഷൻ ചിത്രം 2027 തിയേറ്ററുകളിലെത്തും. ഹർഷവർദ്ധൻ രമേശവർ ആയിരിക്കും ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുക. ഹനു രാഘവ് പുടിയുമായുള്ള ആദ്യ സഹകരണമായ ഫൗജിയിലേക്കാണ് പ്രഭാസ് അടുത്തതായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിലുള്ള ഈ സിനിമയ്ക്ക് 400 കോടിയിലധികം ബജറ്റ് വരുമെന്നാണ് സൂചന. മൈത്രി മൂവി മേക്കേഴ്സാണ് ഈ ചരിത്ര ആക്ഷൻ ചിത്രം നിർമ്മിക്കുന്നത്. പ്രഭാസ് ഒരു പട്ടാളക്കാരന്റെ വേഷത്തിലാണ് എത്തുന്നത്. വിശാൽ ചന്ദ്രശേഖർ ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നു. സുദീപ് ചാറ്റർജിയാണ് ഛായാഗ്രഹണം. കോട്ടഗിരി വെങ്കിടേശ്വര റാവുവാണ് എഡിറ്റിംഗ്. ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്നാണ് അണിയറക്കാരുടെ പ്രതീക്ഷ. 2026 ചിത്രം തിയേറ്ററുകളിലെത്തി. ഇനി പ്രധാന ഇവന്റുകൾ. സമുദ്ര പരിസ്ഥിതി വ്യവസ്ഥകളെക്കുറിച്ചുള്ള 4ാമത്തെ അന്താരാഷ്ട്ര സിംപോസിയം നവംബർ 4 മുതൽ 6 വരെ കൊച്ചിയിൽ. ഇന്ത്യയുടെ പ്രീമിയർ ട്രാവൽ ആൻഡ് ടൂറിസം എക്സിബിഷൻ ഇന്ത്യ ഇന്റർനാഷണൽ ട്രാവൽ മാർട്ട് കൊച്ചി കടവന്ത്രയിൽ 2026 ജനുവരി 8 മുതൽ 10 വരെ. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 1 മുതൽ 10 വരെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ. പ്രോവേവ് എക്സ്പോ കൊച്ചി 2025 നവംബർ 11 മുതൽ 13 വരെ കൊച്ചിയിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.